Once again, welcome back. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പാർട്ട് 2 ഇതിൽ പതിവായി ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പ്രാക്ടീസ് സെഷനാണിത്. ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സോ ലെറ്റ് us സ്റ്റാർട്ട്. പ്രാക്ടീസ് സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം, അതുപോലെ എങ്ങനെ ഒരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പോകാം. ഇവിടെ നോക്കൂ, ഞാൻ വായിക്കാറുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഐ റീഡ്. അത് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ഞാൻ വായിക്കാറില്ല എന്ന് പറയുമ്പോൾ എന്താവും? സെൻറ്റൻസ് നെഗറ്റീവ് ആവും. അപ്പോൾ ഇല്ല എന്ന് പറയാനായിട്ട് ഡു നോട്ട് എന്ന് കൂടെ നമുക്കതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഐ ഡു നോട്ട് റീഡ് എന്നായി മാറും. ഡു നോട്ട് എന്നതിനെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് ഐ ഡോണ്ട് റീഡ് എന്നാക്കാം. അപ്പോഴേ, അല്ലെങ്കിൽ ഐ ഡു നോട്ട് റീഡ് എന്ന് പറയുമ്പോൾ ഒരു എഴുതി വെച്ചത് വായിക്കുന്നത് പോലെ ആയി മാറും. സോ നമുക്ക് ഐ ഡോണ്ട് റീഡ്. സെൻറ്റൻസ് നെഗറ്റീവായി. അടുത്തത് എങ്ങനെ ഒരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കാം ഇതിനെ എന്ന് നോക്കാം. അതായത് ഞാൻ വായിക്കാറുണ്ടോ എന്നാക്കി മാറ്റണം, ഒരു ചോദ്യ രൂപത്തിലാക്കി മാറ്റണം. അതാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഐ റീഡ് എന്ന് പറയുമ്പോൾ ഐ ഡു റീഡ് എന്നാണ് ശരിക്ക്. അതിലൊരു ഡു ഉണ്ട്, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രയോഗിക്കാറില്ല. സോ ഡു അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ ഡുവിനെ നമ്മൾ ആദ്യം എടുത്തിടുന്നു. അപ്പോൾ ഡു ഐ, അപ്പോൾ ചോദ്യമായി ഡു ഐ റീഡ്, ഞാൻ വായിക്കാറുണ്ടോ? ഡു ഐ റീഡ്, ഞാൻ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട് എന്ന് പറയാൻ ഐ റീഡ്, വായിക്കാറില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് റീഡ്, വായിക്കാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു ഐ റീഡ്. ഓക്കെ, ഇനി ഇതുപോലെ നീ വെച്ചിട്ട് എങ്ങനെയൊക്കെ പറയാമെന്ന് നോക്കാം. അതായത് നീ നടക്കാറുണ്ട് എങ്ങനെ പറയാം? യു വാക്ക്. നീ നടക്കാറില്ല എങ്ങനെ പറയാം? യു ഡോണ്ട് വാക്ക്. നീ നടക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു വാക്ക്. ഇനി അവരെക്കുറിച്ചുള്ള വല്ല കാര്യമാണ് പറയുന്നത് എങ്കിൽ എങ്ങനെ പറയാം? അതായത് അവർ കളിക്കാറുണ്ട്, ദേ പ്ലേ. അവർ കളിക്കാറില്ല, ദേ ഡോണ്ട് പ്ലേ. അവർ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡു ദേ പ്ലേ. ഞങ്ങളെക്കുറിച്ചുള്ള വല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? അതായത് ഞങ്ങൾ ഓടാറുണ്ട്, വി റൺ. ഞങ്ങൾ ഓടാറില്ല, വി ഡോണ്ട് റൺ. ഞങ്ങൾ ഓടാറുണ്ടോ? ഡു വി റൺ. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു, എങ്ങനെയൊക്കെ പറയാമെന്ന് നോക്കാം. നോക്കൂ, അവൻ, അതായത് സിംഗുലറാണ്, ഹി. അവൻ വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? ഹി റീഡ്സ്. എന്ത് മാറ്റം സംഭവിച്ചേ? റീഡ് എന്ന വെർബിൻ്റെ കൂടെ എസ് കൂടെ ചേർത്തു, അങ്ങനെ ഹി റീഡ്സ് എന്നായി. ഇനി അവൻ വായിക്കാറില്ല എന്ന് പറയാനായിട്ട് ഹി ഡസിൻ റീഡ്. ഡസിൻ എന്ന് പറയുന്നത് ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ടാണ്. ഹി ഡസിൻ റീഡ്. അപ്പോൾ റീഡ് എന്ന വേർബിൻ്റെ കൂടെയുള്ള എസ് ഡസിൻ വന്നപ്പോൾ പോയി എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. ഇനി അവൻ വായിക്കാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡസ് ഹി റീഡ്. അതായത് റീഡ് എന്ന വേർബിലെ എസ് പോയി, ശ്രദ്ധിക്കുക. ഡസ് ഹി റീഡ്. ഡസ് ആദ്യം, ഡസ് ഹി റീഡ്. ക്ലിയർ? ഇനി അവളെക്കുറിച്ച് പറയുന്നതും ഇതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. അതായത് അവൾ നടക്കാറുണ്ട് എന്ന് പറയാൻ ഷീ വാക്സ്. അവൾ നടക്കാറില്ല എന്ന് പറയാൻ ഷീ ഡസിൻ വാക്ക്. അവൾ നടക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് ഷീ വാക്ക്. അവൾക്ക് പകരം ഒരു പേരാണെങ്കിലോ അപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. നോക്കൂ, നീതു ഓടാറുണ്ട്, നീതു റൺസ്. നീതു ഓടാറില്ല, നീതു ഡസിൻ റൺ. നീതു ഓടാറുണ്ടോ? ഡസ് നീതു റൺ. ഇനി ഏതെങ്കിലും ഒരു ജീവിയാണെങ്കിലും അതല്ല അതിൻ്റെ പ്രോനൗണായ ഇറ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് മങ്കി വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. മങ്കി കളിക്കാറുണ്ട് എന്ന് പറയാനായിട്ട് മങ്കി പ്ലേസ്.
മങ്കി കളിക്കാറില്ല എന്ന് പറയാനായിട്ട് മങ്കി ഡസിൻ പ്ലേ. മങ്കി കളിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് മങ്കി പ്ലേ. ഞാൻ എല്ലായ്പ്പോഴും നല്ലവണ്ണം പഠിക്കാറുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു നോക്കൂ. ഐ ഓൾവേസ് സ്റ്റഡി ഹാർഡ്. അവർ ആഴ്ചയിലൊരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്. They go to supermarket once a week. നീ അവിടെ പോകാറുണ്ടോ? Do you go there? അവർ സമയത്തിന് വരുമോ? Do they come in time? എൻ്റെ നായ വളരെ വേഗത്തിലോടും. My dog runs very fast. എൻ്റെ ഭർത്താവ് പുകവലിക്കാറില്ല. My husband doesn't smoke. ഞങ്ങൾക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടാറുണ്ട്. We get salary each month. ആ കട 10 മണിക്കാണ് അടയ്ക്കാറ്. The shop closes at 10 p.m. പൂച്ചകൾക്ക് വെള്ളം ഇഷ്ടമല്ല. Cats hate water. അവൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കും. He gets up early every day. അവരെല്ലാ ദിവസവും TV കാണാറുണ്ട്. They watch TV every day. ഞങ്ങൾ യൂണിഫോമാണ് ധരിക്കാറുള്ളത്. We wear uniform. അവൾ സാരി ധരിക്കാറുണ്ടോ? Does she wear sari? അവൾ സാരി ധരിക്കാറില്ല. She doesn't wear sari. അവൾ ചുരിദാറാണ് ധരിക്കാറ്. She wears ചുരിദാർ. നീ പാത്രങ്ങൾ കഴുകാറുണ്ടോ? Do you wash the dishes? ഞാൻ പാത്രങ്ങൾ കഴുകാറില്ല. I don't wash the dishes. അവൻ പള്ളിയിൽ പോകാറുണ്ടോ? Does he go to church? അവൻ പള്ളിയിൽ പോകാറില്ല. He doesn't go to church. ഞങ്ങൾ അവിടെ പോകാറില്ല. We don't go there. അനുവിനും മനുവിനും ഐസ്ക്രീം ഇഷ്ടമില്ല. Anu and Manu don't like ice cream. അവർക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. They like chocolate. നീ ചിക്കൻ കഴിക്കാറില്ലേ? Don't you eat chicken? അവൾക്കവനെ ഇഷ്ടമില്ലേ?
Doesn't she like him? അവൾ അവനെ സ്നേഹിക്കുന്നു. She loves him. അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മുഴുവനും തെറ്റാണ്ട് പറയാൻ കിട്ടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ ബൈ.